പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ തുടക്കം. അമേരിക്ക ഇറാൻ പ്രതിനിധികളുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രത്യേകം ചർച്ച നടത്തി. ഇറാൻ അമേരിക്ക ഉഭയകക്ഷി ചർച്ച തുടങ്ങിയതായും സൂചനയുണ്ട്. ഉപരോധ സമയത്ത് പിടിച്ചുവെച്ച സ്വത്തുക്കൾ അമേരിക്ക ഇറാന് വിട്ടു നൽകും എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ സംഘം ആത്മവിശ്വാസത്തോടെയാണോ ചർച്ചയെ സമീപിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ചർച്ച ശരിയായ ദിശയിൽ പോകുന്നില്ലെങ്കിൽ അമേരിക്ക അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും ട്രംപ് പറഞ്ഞു. എംസിയെ നാസർ വിശദാംശം നൽകും. എംസിയെ നേരിട്ടുള്ള എന്നുവെച്ചാൽ മുഖാമുഖമുള്ള ചർച്ച ഇപ്പോൾ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടിയും പാകിസ്ഥാന്റെ ഒരു മീഡിയേഷൻ എത്ര കണ്ട് ഫലം ചെയ്യാൻ സാധ്യതയുണ്ട്? എങ്ങനെയാണ് ഇതുവരെയുള്ള ചർച്ചയുടെ പുരോഗതി? സൈഫുദ്ദീൻ, അല്പം മുമ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനും മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തുവിടുന്നത്. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഇറാൻ സംഘവുമായിട്ടും അമേരിക്കയുമായിട്ട് പ്രത്യേക ചർച്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ നടന്നു. രണ്ടു കൂട്ടരും തങ്ങളുടെ നിലപാടുകൾ മുന്നോട്ട് വെച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ച രണ്ട് കാര്യങ്ങളിൽ ഒരു മുന്നുപാധി എന്ന നിലയ്ക്കായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെബനാനിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം, അതോടൊപ്പം തന്നെ ഉപരോധ വേളയിൽ പിടിച്ചെടുത്തിരിക്കുന്ന തങ്ങളുടെ സ്വത്തുവകകൾ പൂർണ്ണമായിട്ടും വിട്ടു നൽകണമെന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ രണ്ടാമത്തെ സ്വത്തുവകകൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് ഏതാണ്ട് ഒരു അനുഭാവപൂർണമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. തുടർന്നാണ് ഇപ്പോൾ ഇരു കൂട്ടരും തമ്മിലുള്ള അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. ഇനി പ്രത്യക്ഷമായ ചർച്ചയിലേക്ക് വൈകിട്ട് നീങ്ങുമോ എന്നത് സംബന്ധിച്ച അവ്യക്തത തുടരുന്നുണ്ട്. എന്തായാലും 15 നിർദ്ദേശങ്ങൾ തങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ച കാര്യം അത് പരമാവധി പാകിസ്ഥാൻ ഇറാൻ അംഗീകരിക്കണമെന്ന ഒരു നിലപാടാണ് അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം 10 നിർദ്ദേശങ്ങൾ ഇറാനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ 10 നിർദ്ദേശങ്ങൾ പൂർണ്ണമായി തന്നെ അംഗീകരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള ഒരു അംഗീകാരം അതിന് ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇറാനും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ പല വിഷയങ്ങളിലും കടുത്ത അഭിപ്രായ ഭിന്നത തുടരുന്നുണ്ട്. എങ്കിൽ പോലും പരമാവധി ഈ ചർച്ചയിലൂടെ കാര്യങ്ങളിൽ ഒത്തുതീർപ്പെത്താനും സാധ്യമാവുമെങ്കിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയെങ്കിലും ഒരു കരാറിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യമെന്ന നിലയ്ക്ക് പാകിസ്ഥാൻ പങ്കുവെക്കുന്നത്. പക്ഷേ അമേരിക്കയും ഇറാനും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഒരു നിലയ്ക്കും വിട്ടുവീഴ്ച ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ ചർച്ചയെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. പക്ഷേ മേഖലയും ആഗോള സമൂഹവും വലിയ താല്പര്യപൂർവ്വം തന്നെ ഉറ്റുനോക്കുന്ന ഈ ചർച്ചയിൽ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കുവാൻ ഈ ഇരുകൂട്ടരും തയ്യാറാകണം. അല്ലെങ്കിൽ അതിനെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എത്ര കണ്ട് അവർക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ച് നിൽക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന്റെ ഭാവിയും അതോടൊപ്പം തന്നെ ഒരു സമഗ്ര വെടിനിർത്തലിലേക്കുള്ള നീക്കവും. എംസിയെ നാസറാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.